ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സരിത വ്ലോഗ്. ഇന്ന് ഞാൻ ലഞ്ച് പ്രിപ്പറേഷനുള്ള ഒരുക്കത്തിലാണ്. ലഞ്ചിന് എന്ത് വെക്കാമെന്ന് കരുതി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ നല്ല നാടൻ പാവയ്ക്ക ഉണ്ടായിരുന്നു മേടിച്ചത്. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ നാടൻ പാവയ്ക്ക എടുത്ത് കഴുകുന്നതിന് മുമ്പ് തന്നെ അതിനെ നാലായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അതിലിരിക്കുന്ന കയ്പുള്ള ആ ഒരു വിത്ത് അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ അരിഞ്ഞെടുത്തിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നത്. എനിക്ക് പാവയ്ക്ക് വഴറ്റി കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഓയിൽ കുറച്ച് വേണ്ടി വരും, കാരണം ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല ഓയിൽ വേണ്ടി വരും. അപ്പോൾ ഇതിൽ തൈര് ആഡ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കയ്പ്പൊക്കെ അത് അബ്സോർബ് ചെയ്ത് പോവും. നമുക്ക് പിന്നെ അത് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ പാവയ്ക്ക എടുത്ത് അരിഞ്ഞു. ഞാൻ വയറിന് കുറച്ച് നമുക്ക് നല്ല എന്താ പറയുക, അസിഡിറ്റി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ട് കറിവേപ്പില അതൊക്കെ കടുതാളിച്ചിട്ടാണ് ഞാൻ നോർമലി പാവയ്ക്ക വെഴുക്ക് വരട്ടുന്നത്. അപ്പോൾ കുറേ നേരം ഇതിന് ടൈം വേണം പാവയ്ക്ക വെഴുക്ക് വരട്ടി എടുക്കുന്നതിന്, അത് ക്രിസ്പി ആയിട്ട് വരുന്നതിന്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഇതിനുണ്ടല്ലോ നല്ല ബ്ലാക്കിഷ് കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ചിലത് നല്ല വാട്ടിയെടുക്കുന്നവരുണ്ട്. അത് ആക്ച്വലി അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ഹെൽത്തിന് ഇഷ്ടം. ഇതിപ്പോൾ മഴയൊക്കെ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് കരുതി കുറേ നാൾക്ക് ശേഷമാണ് ആക്ച്വലി ഞാനിത് ഉണ്ടാക്കുന്നത്. കുറേ നാളായിരുന്നു പാവയ്ക്കൊക്കെ മേടിച്ചിട്ട്. അങ്ങനെ അത് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുതരും അവിടുത്തെ ചേട്ടൻ. ചൂരയാണെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക് അതൊരു പ്രശ്നമാണല്ലേ. അപ്പം നോർമലി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികമായിട്ട് ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ടാണ്. കറിവേപ്പിലയൊക്കെ എപ്പോഴും കാണും വീട്ടിൽ. സുലഭമായിട്ടുള്ളൊരു സാധനം കറിവേപ്പിലയും ഇഞ്ചിയും എൻ്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കായിരിക്കും. ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. എൻ്റെ ഏത് കറിയിലാണെങ്കിലും വറ്റൽ മുളകും കറിവേപ്പിലയും മസ്റ്റായിരിക്കും. അതും ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു സാധനമാണ് വറ്റൽ മുളക്. എന്തോ ഒന്ന് കുറഞ്ഞു പോയതുപോലെയൊക്കെ ഒരു ഫീലുണ്ടാവും ഇങ്ങനെ ഇല്ലാതെ വരുമ്പോഴുള്ള ടൈമിലൊക്കെ. അപ്പോൾ അതിനുശേഷം ചൂരക്കറിയും കൂടിയിട്ട് ഞാനതിൽ അരപ്പ് കലക്കി അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി തുടങ്ങി. ഏതായാലും കുറച്ചുകൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചൂരക്കറിയിൽ ലാസ്റ്റ് ഞാൻ വയ്ക്കുന്ന ചൂരക്കറിയിൽ എണ്ണ ഒഴിക്കാറില്ല, കടുകൊന്നും തളിക്കാറില്ല. ഞങ്ങൾ നോർമൽ പച്ചയായിട്ടാണ് ചൂര വയ്ക്കുന്നത്. പിന്നെ ഫിഷ് ഫ്രൈ സഞ്ജിത്തിന് വേണ്ടിയിട്ട് കുറേ നാൾക്ക് ശേഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.